ഞാൻ പറയട്ടെ, ഇത് നമ്മൾ വീട്ടിൽ പഠിപ്പിച്ചു തരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അമ്പലത്തിൽ പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക, ദൈവം വിളിയേക്കും, അത് നടത്തി തരും. ഐ ആം നോട്ട് എൻ എയ്ത്തിസ്റ്റ്, ഐ ഡു വിസിറ്റ് ടെമ്പിൾസ് ഉണ്ട്. പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അവിടുത്തെ പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാനും ഒരു എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. ആർക്കിടെക്ചർ കണ്ട് മെസ്മറൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ടെമ്പിൾസിലൊക്കെ പോകേണ്ടത്. സത്യം പറഞ്ഞാൽ മനസ്സിലായി, മെഡിറ്റേഷന് വേണ്ടിയിട്ട് കാണുന്നൊരു സ്പോട്ടാണ്. അല്ലാണ്ട് അവിടെ പോയിട്ട് എന്താ പറയുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, ഈ സാധനം വേണം, ഈ സാധനം വേണം, ഈ സാധനം, അതിനു വേണ്ടി വഴിപാട് മറ്റേത് മറിച്ചത് ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും നടക്കൂല്ല. ദെൻ അഗെയിൻ യു സ്ലിപ്പ് ഇൻടു എ depression kind of thing. So I did all these things and I stopped it. ആണ്. ഇപ്പൊ ഇവിടെ ഇതിന്റെ റൂട്ട് കോസ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഈ അച്ഛനും അമ്മയും പഠിപ്പിച്ച സാധനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വെൻ ഐ റിയലൈസ് ദിസ്, ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ മകൾ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ എന്റെ എക്സ് വൈഫ് പറഞ്ഞു കൊടുത്ത സാധനങ്ങള് അവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ആ കൊച്ചിന് ജീവിതം തുറക്കില്ലെന്ന് ഞാൻ പറയും. And I keep telling my daughter, അതായത് see, God is not going to move his little finger for you. Whatever has to happen, you have to put it over there. If you don't work, nothing is going to happen. അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു, അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് അവർക്കൊരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ദ കൾച്ചർ, ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഗോഡ്, നത്തിങ്. ഐ ഡു ബിലീവ് ഇൻ സുപ്രീം പവർ. ദർ ഇസ് എ സുപ്രീം പവർ എന്ന് എനിക്കറിയാം. പക്ഷേ അതിന് ഇവർ കൊടുക്കുന്ന മുഖം, അതൊന്നും അതിലെനിക്ക് വിശ്വാസമില്ല. സോ അത് പറഞ്ഞ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ, ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ഡെസ്റ്റിനി ആൻഡ് ഐ ഓൾസോ ബിലീവ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് വാട്ട് എവർ ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. പിന്നെ ടെൻഷൻ അടിച്ചത് അതേ പറ്റും. നമ്മളിപ്പോൾ ഈ ആങ്സൈറ്റിയും പരിപാടി ഒന്നും കാര്യമില്ല. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ് ഇസ് മെന്റ് ടു ഹാവ്. നമ്മൾ അങ്ങനെ സംഭവിക്കാറ്. ചില കാര്യം നടക്കാണ്ട് പോകുമ്പോൾ പിന്നീട് അറിയുമ്പോൾ നന്നായുള്ള നടക്കാണ്ടിരുന്നത്, അത് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേ. അപ്പം അത് പിന്നീട് മനസ്സിലാവുള്ളൂ. അപ്പം എനിക്ക് ഇപ്പം എൻ്റെ റൈറ്റ് നോ എൻ്റെ ലൈഫിൽ ഐ ഡോണ്ട് എൻകൗണ്ടർ ദാറ്റ് സാഡ്നെസ് ഓർ എനിത്തിങ്. അതില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കാശില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഐ വാസ് നോട്ട് വർക്കിംഗ്. I haven't put in the effort to work to make money to have a sustainable life. Instead of complaining, you have to work yourself in the life. അത്രേ ഉള്ളൂ. അത് actually fact ആണല്ലേ? That's a fact actually. Why the world is cruel to me? Why God is against? What is against you? പണിയെടുത്തില്ല, കാശുണ്ടാക്കില്ല, കഴിഞ്ഞു. Actually that's a fact അല്ല, ശരിയാ. സത്യം. See, I had an uncle, he passed away, chronic alcoholic. ഇയാള് രാവിലെ ഏറ്റിട്ട് കൈ വറക്കും കള്ളുടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കള്ളുടിച്ച് അപ്പോൾ ഇങ്ങനെ ഹി ഗെറ്റ്സ് ഡ്രങ്ക്, വിളിച്ചിട്ട് കരച്ചില്ല, ലൈഫ് ഇസ് ക്രൂവൽ ടു മീ, വേൾഡ് ഇസ് ക്രൂവൽ ടു മീ. ഞാൻ പറഞ്ഞു, ഡൂഡ്, യു ആർ ആൻ ആൽക്കഹോളിക്. നിങ്ങൾ ഈ നിങ്ങളുടെ ഈ വിഷമം കേട്ടിട്ട് ഞാൻ പിന്നെയും കാശില്ല, പിന്നെയും നിങ്ങൾ പോയി കള്ളുടിക്കും. നിങ്ങൾ അതൊക്കെ നിർത്തി പോയി പണിയെടുക്കുക, അല്ലേ? പണിയെടുക്കുക, ജോലി എടുക്കുക, കാശുണ്ടാക്കുക, കുടുംബം നോക്കുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ പാവം മരിച്ചുപോയി. ബിക്കോസ് ലൈക്ക് അമ്മാതിരി കുടിച്ച് ആള് BP ഷൂട്ടായിട്ട് ബ്രെയിൻ ഹെമറേജ് വന്ന ആള് മരിച്ചുപോയി. So my point is, instead of complaining, you have to work towards it, അല്ലേ? See, I have alcohol once in a while. അപ്പോൾ എൻ്റെ ഒരു ഫ്രീ ടൈം ഞാൻ കഴിക്കും. പക്ഷേ ഞാനത് പണ്ട് ഐ യൂസ് ടു പാർട്ടി വിത്ത് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം അത് നിർത്തി ഞാൻ. ഇപ്പം എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നാളിനടിക്കുക, ദശരഥം സിനിമ ഇരുന്ന് കാണുക, ഒന്ന് പൊട്ടിക്കറിയുക, കിടന്നുറങ്ങുക, കഴിഞ്ഞു. രസമല്ലേ? ഞാനേ ലോഹി സാറ് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ കരയുമ്പോൾ നമ്മുടെ സെൽഫ് ക്ലെൻസിങ് നടക്കും. ഇത് ലോഹി സാറ് പറഞ്ഞ, ലോഹിദാസ് റൈറ്റർ ലോഹിദാസ് പറഞ്ഞ കാര്യം ഇതെന്റെ തലയിൽ സ്റ്റക്കായിട്ടിരിക്കും. എന്റെ അടുത്ത് പറഞ്ഞല്ല, സീസണിന് ഇന്റർവ്യൂ ആയി, ഞാൻ ഇവിടെ ആരോ പറഞ്ഞത് ഞാൻ കേട്ടത്, ലോഹി സാറിന്റെ കോട്ട്. അപ്പൊ അത് ഇറ്റ്സ് സോ ട്രൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ സ്ക്രിപ്റ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. ഇമോഷനില്ല. കിരീടമായിക്കോട്ടെ, ദശരഥമായിക്കോട്ടെ, യു ടേക്ക് എനി മൂവി, നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കും. അപ്പൊ എന്ന് പറയുന്നൊരു സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് തിങ്. ക്ലെൻസിങ് യുവർ സെൽഫ്, it's a good thing. Is there any point Rupesh as a person ഒന്ന് പൊട്ടിക്കരയാൻ പറ്റാതെ ഇങ്ങനെ കൺട്രോൾ? അതല്ലേ ഞാൻ നാളെ ദശരഥം കാണുന്നു പറഞ്ഞു. അത് ആക്ച്വലി ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അതും കണ്ടിട്ട് പിന്നെയും അങ്ങനെ അല്ല, ലൈക് ആഫ്റ്റർ വാച്ചിങ് ആ ഒരു ഇമോഷൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഐ ഹാവ് ഓൾ കൈൻഡ് ഓഫ് ഇമോഷൻസ് ഇൻ മീ. എനിക്ക് വിഷമമൊന്നും ഞാൻ അറിയും, ചിരി സന്തോഷം ഞാൻ പൊട്ടിച്ചിരിക്കും. അത് ഞാൻ അങ്ങനത്തെ എല്ലാ ഇമോഷൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ എന്താ പറയാ, എൻ്റെ മുഖത്ത് പെട്ടെന്ന് എൻ്റെ അവസ്ഥ അറിയാൻ പറ്റും. അതായത് if I'm angry, it's there on my face. പെട്ടെന്ന് മുഖത്ത് ഞാൻ why should I hide? See, if you are irritating me, you can see it on my face. Everybody can see it on my face. അതെന്താ കാരണം? You also need to understand you are irritating me. If my face is happy right now, it's because I'm happily having a conversation with you. ഇതാണ് അവസ്ഥ.
ഇപ്പം ഞാനിതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല. നമുക്ക് സിനിമയിൽ അഭിനയിക്കാം, ലൈഫിൽ അതിൻ്റെ ആവശ്യമില്ല, അത് ചെയ്യരുത്. കാരണം വാട്ട് ഇസ് ദ പോയിന്റ്? ബി എക്സ്പ്രസീവ് സോ ദ അതർ പേഴ്സൺ കൻ അണ്ടർസ്റ്റാൻഡ്. ഡ്രോ ദ ലൈൻ എന്ന് പറയില്ലേ, യു നീഡ് ടു നോ വേ ടു ഡ്രോ ദ ലൈൻ. അത് വെനിറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് എക്സ്പ്രഷൻ നമുക്ക് ഡ്രോ ചെയ്യാൻ അറിയാം. അത് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. 1995 സ്ഫടികത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു വിഷൻ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നോ? ലൈക്ക് എനിക്ക് ഒരു വലിയൊരു സ്റ്റാർഡം, ലൈക്ക് അന്ന് ചെറിയൊരു ഏജിനാണല്ലോ സ്റ്റാർട്ട്? ഇല്ല, അങ്ങനെ. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഐ ലവ് വാച്ചിങ് മൂവീസ്, മനസ്സിലായി? ഐ വോണ്ട് ബി എ പാർട്ട് ഓഫ് മൂവീസ്. ഇത് മാത്രമേ ചിന്ത. പക്ഷേ സ്ഫടികത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ അഭിനയിക്കാൻ വേണ്ടി എന്നോട് പത്രങ്ങൾ എങ്ങനെ ചോദിച്ചു, ഞാൻ നിനക്ക് ചാൻസ് തന്നാൽ നീ അഭിനയിക്കും? ഞാൻ പറഞ്ഞു ചാൻസ് തരൂ, എന്നാലല്ലേ എനിക്ക് കാണിക്കാൻ പറ്റും. അത് ഭദ്രങ്ങളായതുകൊണ്ടേ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞപ്പോൾ മൂപ്പര് അത് ഇഷ്ടപ്പെട്ടു. ആ കോൺഫിഡൻസ്. എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഒരു സീൻ ഓഡിഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തു കൊടുത്തു. അതിലത്തെ ഒരു സീൻ തന്നെ വായിച്ച് ഞാൻ ചെയ്തു. മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി. അപ്പം ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭദ്രങ്ങൾ പറഞ്ഞിരുന്ന രീതിയും ടെക്നീക്സും കാര്യങ്ങളും എൻ്റെ ആദ്യത്തെ സീനൊക്കെ അഭിനയിക്കുന്നത് ഫസ്റ്റ് തന്നെ തിലകനങ്ങളും ലളിതാൻ്റെയും KPC ലളിത, കരമന ജനാർദ്ദൻ ഇവരുടെ കൂടെ അഭിനയിക്കുന്നത്. പിന്നെ ഇവരുടെ കൂടെ എന്നെ ഒരു മറ്റേ പുലിക്കൂട്ടിലോട്ട് ഇട്ടു. ആൻഡ് ദേ ഓൾ ഹെൽപ്പ് മീ, ഡു ദിസ് ഡു ദാറ്റ് എന്ന് പറഞ്ഞ് ക്യൂസ് തരും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ കളറിൽ നിന്ന് പഠിച്ചിട്ട് വന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ ആസ് എൻ ആക്ടർ ഞാൻ കാര്യം പറ്റായി, ഐ സ്ട്രോങ്ലി ഡോണ്ട് ബിലീവ് ഇൻ സ്റ്റാർഡം. യു ക്യാൻ നോട്ട് അച്ചീവ് സ്റ്റാർഡം, നോബഡി ക്യാൻ. ജനങ്ങളുടെ സ്നേഹമാണ് ഈ സ്റ്റാർഡം, മനസ്സിലായോ? ഇപ്പം എന്നെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇപ്പോൾ വത്സ ക്ലബ്ബ് നാളെ തിയേറ്ററിൽ ഇറങ്ങി 1 ഹിറ്റ് അടിക്കുകയാണ്. അതിനുശേഷം എൻ്റെ വേറൊരു പടം ഇറങ്ങുന്നു. എന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ പുള്ളുണ്ട്. ദാറ്റ് ഇസ് സ്റ്റാർഡം. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ്, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം നന്നായി ഓടി ഹിറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹിറ്റ് ആയതിനു ശേഷം ഇഫ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വിത്ത് ആ ആക്ടർ സ്റ്റാർ ആയോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത അയാളുടെ പടം ഇറങ്ങുമ്പോൾ ഇനീഷ്യൽ കളക്ഷൻ നോക്കും. ഇനീഷ്യൽ കളക്ഷൻ അല്ലെങ്കിൽ ഈസ് നോട്ട് എ സ്റ്റാർ. ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ കളക്ഷൻ ഉണ്ട്. ഇവരെ പടം ഇറങ്ങുമ്പോൾ ഒരു ഇനീഷ്യൽ പുള്ളുണ്ട്, ഹൈപ്പ് ഉണ്ട്. സി ദാറ്റ് ഇസ് സ്റ്റാർട്ട്. സോ പ്രൊഡ്യൂസേഴ്സ് ആർ റെഡി ടു, അല്ലേ? അവരെന്നെ ഇപ്പൊ പ്രൊഡ്യൂസ് അതാണ് റിയാലിറ്റി. അത് ഒരു കാര്യം, അതായിക്കോട്ടെ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ അപ്പൊ അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ചില ആക്ടേഴ്സ് ഉണ്ട് ഗംഭീര നടന്മാരാണ്, പക്ഷെ അവരുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു ഇനീഷ്യൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് അവർക്ക് പടങ്ങൾ കളക്ഷൻ കയറി പോവുക. ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് ടക്ക് ചടിയും, അത് സ്റ്റാർ തന്നെയാണ്. സെയിം. അപ്പോൾ ഞാൻ ആസ് എൻ ആക്ടർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം, ടു ആക്ട്. അപ്പോൾ എനിക്ക് ഐ ക്യാൻ അൺലീഷ് മൈ സെൽഫ്. അല്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരുമാതിരി എല്ലാവരും ഈ പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് ഐ ഡോണ്ട് ഫൈൻഡ് ടു മച്ച്, ഐ ഡോണ്ട് ഗെറ്റ് എ കിക്ക് ഇൻ ദാറ്റ്. ടോക്കിംഗ് അബൌട്ട് തിലകൻ സർ, അതുപോലെ തന്നെ KPC ലളിത മാം, വലിയൊരു ലോസ് ആണ് മലയാളം സിനിമ, അല്ലെങ്കിൽ സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു ലോസ് ആണ്. ആൻഡ് അവരുടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഡെബ്യൂട്ട് സിനിമ വർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു മാമിനെ ഉമ്മ വയ്ക്കുന്നൊരു സീനുണ്ട്. ആ സീനില് ഭയങ്കര പേടിച്ചിട്ടാണ് അന്ന് എന്റെ കാര്യം അറിയോ, എന്റെ ആദ്യത്തെ സീൻ അതൊക്കെയാണ്. എന്റെ കൊണ്ട് ഇട്ടെന്ന് വെച്ചാൽ കറങ്ങി വന്നിട്ട് ഉമ്മ വെച്ചിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ദൈവമേ ഡാൻസും ചെയ്യണം, അതും ചെയ്യണം, ഇതും ചെയ്യണം. അപ്പൊ ഞാൻ ആന്റി ഞാൻ ഉമ്മ വെച്ചോട്ടെ. അപ്പൊ ആന്റി പിന്നെ ഉമ്മയൊക്കെ ഉണ്ടാ, ഞാൻ അമ്മയല്ലേ. അതാ പറഞ്ഞു, അവര് ആ ചിന്താഗതി മാറ്റിക്കളയും. ഞാൻ നിന്റെ അമ്മയാ, നീ എന്റെ മോനാ. പിന്നെ ഞാൻ ഒറ്റടിക്ക് സാധനം റെഡി. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഹ്യൂജ് തിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തിലകനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒരിക്കലും ഫ്രണ്ട്ലിയായിട്ട് സംസാരിച്ചിട്ടില്ല. ആ സമയത്ത് ആഫ്റ്റർ മെനി ഇയേഴ്സ് മൂപ്പര് എനിക്ക് തോന്നുന്നു ഉസ്താദ് ഹോട്ടലിനൊക്കെ ശേഷം തോന്നുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച് ഞാൻ കണ്ടപ്പോൾ എന്നെ ദൂരെ നിന്നാണ് മുമ്പ് മനസ്സിലായി. ദൂരെ നിന്ന് കണ്ടപ്പോൾ മുമ്പ് പറഞ്ഞു എടാ തോമാ അത് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. മൗണ്ടൻ ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് എന്താ പറയാ തിലകൻ അങ്കിൾ എന്നെ ഇത്രയും ദൂരം നിന്ന് കണ്ടിട്ട് ഇത്ര വർഷത്തിന് ശേഷം ഞാൻ പറഞ്ഞു അങ്കിൾ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. നീ എങ്ങനെ മാറാൻ നിന്റെ മുഖം എന്താ പറയാ അങ്ങനെ ശരി ഐ ഡോണ്ട് നോ യാർ പെട്ടെന്ന് കിട്ടിയ വെരി നൊസ്റ്റാൾജിയ ചെയ്തത്. അപ്പം അതിന് ശേഷം അപ്പോൾ what I'm saying is that അപ്പം അന്ന് എന്നോട് ആ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു ഡു യു നോ വൈ ഐ വാസ് നോ ഫ്രണ്ട്ലി വിത്ത് യു ഡ്യൂറിങ് സ്പടികം എന്ന് പറഞ്ഞു. സ്പടികത്തിന് ഷൂട്ടിങ് സമയത്ത് ഞാൻ ഒട്ടും ഫ്രണ്ട്ലി ആയിരുന്നില്ല. എന്താ കാര്യം എന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി പെർഫോം ആസ് ഈ പറഞ്ഞ സ്ട്രിക്റ്റ് ആയ ഫാദർ, അച്ഛനോട് ദേഷ്യമുള്ള മകൻ, So he mean that it will affect the character, അല്ലേ? he maintained that. മനസ്സിലായോ? സോ ആഫ്റ്റർ മെനി ഇയേഴ്സ് From there itself we can understand how legendary. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ശരിയാണ് മൂപ്പര് പറഞ്ഞേ. മൂപ്പര് കളയും ചെയ്ത് തമാശയായിട്ട് പക്ഷെ ആ സമയത്ത് തോന്നിയിട്ടുണ്ടോ എന്താ എന്റെ അടുത്ത് മാത്രം ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടോ? എനിക്ക് അന്നും തിലകനങ്ങളെ പേടിയാ, ഇപ്പോഴും അതെ ഇപ്പോഴും വെച്ചാൽ അവസാനം വരെ കണ്ടപ്പോൾ എനിക്ക് പേടിയാ. പേടിയാണ്. ഞാനല്ല പേടിയാ, കുറച്ച് പേടിച്ച് വേറെതല്ല, റെസ്പെക്ട് ആണ്. അതെ, definitely അത്. ആ റെസ്പെക്ട് കൊണ്ടുള്ള പേടി എന്ന് പറഞ്ഞാൽ കാലം നമുക്ക് ഇരിക്കാനും അതെ, തോന്നില്ല, അതെ. ഇരിക്കാൻ പറ്റില്ല. പറ്റത്തില്ല. എനിക്ക് അതാ പ്രശ്നം എനിക്ക് മമ്മൂക്കയുടെ അടുത്തുണ്ട്. എന്നുവെച്ചാൽ മമ്മൂക്കനെ കാണണമെങ്കിൽ ഇരിക്കാൻ പറ്റില്ല, ഞാൻ നിൽക്കും, നിന്ന് സംസാരിക്കും. പക്ഷേ ഈ വോൺസ് യു ടു സിറ്റ് ഡൗൺ വേറെ കാര്യം. പക്ഷെ എന്നാലും പേടിയല്ല, അവിടെ ഹ്യൂജ് റെസ്പെക്ട് എന്ന് പറയില്ല അങ്ങനെ. So thank you so much for joining. I hope you enjoy. ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ് ടൈം സ്പെൻഡ് വിത്ത് യു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂലേ കരുത്. And I think as a person രൂപേഷിനെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ആയിരിക്കും ആസ് എ പേഴ്സൺ ഒന്ന് കുറെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല, നമ്മളിങ്ങനെ ഫുള്ളി ഓപ്പൺ അപ്പ് ആയി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതാ ഫസ്റ്റ് ടൈം ആണ്. സോ ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ് ബീയിങ് എ പാർട്ട് ഓഫ്. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു സോ മച്ച്. സിനിമ അടിപൊളി ഹിറ്റ് ആവട്ടെ. ഇനി ആൻഡ് വി ആർ വെയിറ്റിംഗ്, ഡിറക്ഷൻ സിനിമകളിൽ വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് രൂപേഷ് പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ നല്ല ചേഞ്ചുകൾ വരട്ടെ അല്ലേ? വരണം. അത് ഈ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ ആൾക്കാരെല്ലാവരും കൂടി ഒന്ന് തീരുമാനിക്കണം. പുതിയ ആക്ടേഴ്സും പുതിയ ഡയറക്ടേഴ്സും തീരുമാനിച്ചു. ഐ തിങ്ക് ദ ചേഞ്ചസ് ഹാപ്പനിങ് റൈറ്റ് നൗ. പഴയ പോലെ ഒന്നുമല്ല, മെനി തിങ്സ് ഹസ് ചേഞ്ച്. പെർസ്പെക്റ്റീവ് മാറി തുടങ്ങിയ എല്ലാവരുടെയും ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച്. ബാഡ് ചേഞ്ച് ആയിരിക്കും പറയില്ല, വെരി ഹെൽത്തി ഗുഡ് ചേഞ്ച്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെറ്റർ. ഇവിടെ നിന്ന് ഒരു ഹെൽത്തി സ്റ്റാർട്ട് ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.